സംഗതി കൈവിട്ടു പോയല്ലോ അനന്ത. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതൊക്കെ ആരാ ചെയ്യിച്ചെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യണമെന്നും അറിയാം. എന്താണെന്താ പണിക്കാരൊക്കെ ആയിട്ട്? ഓ, പറമ്പ് കിളപ്പിക്കാൻ വന്നതായിരിക്കും. ഇത് കഴിഞ്ഞ മാസം കിളപ്പിച്ചല്ലേ ഉള്ളൂ. ഇനി നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഒന്നുകൂടെ കിളപ്പിച്ചോ. അമ്മാവന്റെ വ്യവസ്ഥ അനന്തരവൻ കളിച്ചത് കൊണ്ട് ഒരു കുറവും വരാൻ പോണില്ല. അമ്മാവന്റെ കരണക്കുറ്റിക്കിട്ട് അനന്തരവൻ കളിച്ചാലുണ്ടല്ലോ, അത് അമ്മാവന് വളരെ മോശമായിരിക്കും. ഓഹോ, അപ്പൊ നീ പണിക്കാരെ കൂട്ടി എന്നെ തല്ലിക്കാറിയിരിക്കല്ലടാ പട്ടി. സ്വയം പുകഴ്ത്താതെ അമ്മാവ. നിങ്ങളെ തല്ലാൻ എനിക്ക് 10 ആളെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഈ കൈ മതി. പക്ഷെ എന്നെ കൂടെ ചെയ്യിക്കരുത്. ഇറങ്ങി പോടാ തെണ്ടി. കയ്യാങ്കളിക്കല്ലേ ഞാൻ വന്നത്. ബലം പിടിച്ച് എനിക്കും തിരിച്ചു പിടിക്കേണ്ടി വരും. കൈയെടുക്ക്. എടുക്കാൻ. എടാ അനന്ത, പോക്കൃത്തരം കാണിക്കരുത്. എല്ലാം കൂടെ എങ്ങോട്ടാണ് കെട്ടിയെടുത്ത് പോകുന്നേ? നിക്കണേ അവിടെ. നിന്റെ തറവാട് സ്വത്തെല്ലാം അങ്ങോട്ട് വലിഞ്ഞു കയറാൻ നിന്റെ കൈകാൻ പറ്റും. നിർത്താൻ. എനിക്കും എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്വത്താണ് ഇതൊക്കെ, അറിയാലോ. അതിന്റെയൊക്കെ കണക്കെടുക്കാനോ കണക്ക് തീർക്കാനോ ഒന്നുമല്ല ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത്. സർക്കാരിൽ നിന്ന് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കുറെ സാധനങ്ങൾ നിങ്ങൾ കൊട്ടാരത്തിൽ ഇങ്ങോട്ട് കൊണ്ടിട്ടില്ലേ, അത് തിരിച്ചു കൊണ്ടുപോകാനാ. കയറി എടുക്കണൊക്കെ. എടാ പോക്കൃത്തരം കാണിക്കരുത്, നിന്റെ കാര്യം പറ്റും. നിക്കണേ അവിടെ. പോക്കൃത്തരം കാണിക്കുന്നത് ചുമ്മാ പെണ്ണിനെ പ്രതിമ വെക്കാൻ. എന്റെ തറവാട്ടിലുള്ള എന്റെ ദൈവമേ. എന്താ കുഞ്ഞേ? ഒന്നുമില്ല. നിന്നെയും ഇതേപോലെ ഇറക്കിക്കൊണ്ടുപോകാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ശക്തി ഇല്ലാഞ്ഞിട്ടുമല്ല. വ്യക്തിബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും പണം കൊണ്ട് അളക്കുന്ന ഈ മനുഷ്യന് അതിന് ഞാനൊരു വലിയ വില കൊടുക്കേണ്ടി വരും. വെറുപ്പായിരുന്നു നിങ്ങളോട് എനിക്ക്. ഓർമ്മ വെച്ച നാള് മുതൽ കണ്ടും കേട്ടും മനസ്സിൽ കയറി കൂടിയ വെറുപ്പ്. ചതിയിലൂടെ എനിക്കും എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതെല്ലാം നിങ്ങൾ തട്ടിയെടുത്തപ്പോഴും, അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കുറ്റബോധത്തോടെ ഞാൻ അനുസരിച്ചപ്പോഴും ആശ്വസിച്ചത് ഇവൾ ഓർത്ത് മാത്രമായിരുന്നു. അതിലും നിങ്ങൾ എന്നെ ചതിച്ചില്ലേ? അനന്തന്റെ ഒരു മുഖം മാത്രമേ അമ്മാവൻ കണ്ടിട്ടുള്ളൂ. അനന്തരവന് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് നിങ്ങൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ചതിച്ച് നേടിയതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. ആ നേട്ടങ്ങൾക്ക് മുന്നിലും നീ നഷ്ടപ്പെടുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വാർമ്മയൊന്ന് അടങ്ങ്. ഇനി എന്തടങ്ങാനുള്ളൂ? പണ്ടാറടങ്ങാനേ ബാക്കിയുള്ളൂ. അവന്മാരുടെയും ആ പരട്ട കിളവന്റെയും മുന്നിലാണ് നാണം കെട്ട് വാലും ചുരുട്ടി പോരേണ്ടി വന്നത്. വിട്ടുകളയേട്ടാ, വേവോളം ശ്രമിച്ചില്ലേ, ഇനി 6ഓളം ശ്രമിച്ചാ എന്താ? നന്ദനവർമ്മ പറഞ്ഞതാ എന്റെ ശരി. അതെടുത്ത് മോന്തിയച്ചേ എഴുന്നേറ്റ് പൊയ്ക്കോളണം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കൂടി വന്നാ 1 or 2 ദിവസം, അത് കഴിഞ്ഞാ പിന്നെ എല്ലാം നമുക്കല്ലേ. നീയും ഇവരെ പോലെ മണ്ടനായാലും ഇവന്മാര് 10-25 കൊല്ലം കോടതിയിൽ കേസ് വാദിച്ചതും അനന്തൻ ഇത്രയും കാലം കോടതിയുടെ പടി കയറാത്തതും ഒരുപോലെ. നിനക്കറിയാമോ, അവന്റെ ഉള്ളിൽ നാരായണക്കുറുപ്പിനോടും നമ്മളോടും ഒക്കെ ഒടുങ്ങാത്ത പകയാ. അതിന്റെ ഇടയിൽ ആ കാര്യസ്ഥനും അയാളുടെ മോളും കൂടി പൂങ്കണ്ണീർ ഒലിപ്പിച്ചോണ്ട് ചെന്ന അത് പിന്നെ സഹതാപമായി, പ്രേമമായി, കൊലക്കേട മൂടും തേങ്ങാക്കൊലയൊക്കെ ആവില്ലെന്ന് ആര് കണ്ടു? നമ്മൾ അവനെ തോൽപ്പിച്ചെന്ന് മനസ്സിലാവുമ്പോ അവൻ മറ്റെന്തെങ്കിലും കൊനഷ്ടൊപ്പിച്ചു വയ്ക്കും. 10-40 കൊല്ലം കൊട്ടാരത്തിലെ കാര്യസ്ഥനായിരുന്ന അയാൾക്ക്
താമസിക്കുന്ന ഭൂമി കൊടുക്കണമെന്ന് കോടതി പറഞ്ഞ നമ്മൾ പിന്നെ ദേ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അതിനു മുമ്പ് ആ തന്തയും മോളെയും അവിടുന്ന് പുകച്ചു പുറത്തിയാടിക്കണം. എങ്ങനെ? കാണിച്ചു തരാം. കാര്യസ്ഥനെ മകളെ ആ വർമ്മയും കൂട്ടരും കുടി ഒഴിപ്പിക്കുന്നു. മര്യാദയ്ക്ക് മോളെ വിളിച്ചോണ്ട് ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ല, തമ്പുരാൻ എനിക്ക് തന്ന മണ്ണ ഇത്. ഇവിടെ വിട്ട് ഞാനെങ്ങും പോവില്ല. നായെ, തമ്പുരാൻ നിനക്ക് തന്ന മണ്ണോ? ആടിച്ച് വീഴ്ത്തടാവനെ. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ അവകാശവും പറഞ്ഞ് തമ്പുരാക്കന്മാരി മുറ്റത്ത് കാലുകുത്തിയ ഇനി ഭൂമി കുത്താൻ കാലുണ്ടാവില്ല. ചവിട്ടി കുടിക്കും ഞാൻ.
നന്ദിയുണ്ട്. എന്റെ തന്തയില്ലായ്മയാണ് ഈ കാണിച്ചത്. 19 വർഷം സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒഴിപ്പിക്കാന്ന് പറഞ്ഞാൽ വകുപ്പ് വേറെയാണ്. ലാൻഡ് ട്രിബ്യൂണലാണ് കേസെന്ന് ഞാൻ വക്കീലിനെ ഓർമ്മിപ്പിച്ചതായിരുന്നു. എന്തായാലും ഇന്നിനി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. വിഷപ്പാമ്പുകളെയല്ലേ നോവിച്ചു വിട്ടിരിക്കുന്നത്. ഏയ് അവര് വിഷപ്പാമ്പൊന്നും അല്ലണ്ണാ, വെറും ഓലപ്പാമ്പുകളാ. ഞാഞ്ഞൂലും തലപൊക്കി തുടങ്ങിയോ? എന്തോന്ന്? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചിട്ട് അവസാനം ഈ കൊട്ടാരം അന്യാധീനപ്പെട്ടു പോണത് കാണേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ അവകാശികളില്ലാത്ത മാണിക്യം കിട്ടാൻ 1000 പേരെ കൊതിക്കും. നമ്മളൊക്കെ ഇവിടത്തെ കാവൽക്കാര് മാത്രം. ഉടയവരെത്തുമ്പോ തിരിച്ചേൽപ്പിച്ച് മടങ്ങുക. അതിനപ്പുറം ഒരു സെന്റിമെന്റ്സും ഒന്നിനോടും വേണ്ട. എല്ലാം മറന്നേക്കാന്ന്. ഈ ജന്മം അതിന് പറ്റില്ല. ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ കണ്ടു തുടങ്ങിയതാ ഈ കൊട്ടാരം. ഈ മണ്ണ് കിടന്ന് തന്നെ മരിക്കണം. ഒക്കെ ഒരു മോഹ, നടക്കില്ല എന്നറിയാം. ഒന്നും നമുക്ക് സ്വന്തമായിരുന്നില്ലല്ലോ അച്ഛൻ. സ്വന്തം നമ്മൾ കരുതിയതല്ലേ. എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ വലുതല്ലല്ലോ അച്ഛൻ ഇനി നഷ്ടപ്പെടാനുള്ളത്. ഒന്നിനും കഴിവില്ലാത്ത ഈ അച്ഛന്റെ മകളായി പറഞ്ഞല്ലോ മോളെ നീ. എന്റെ മോളെയും വിളിച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ട് ഇറങ്ങി പോകൂ എന്റെ ഭഗവതി. ഈ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? പെരുവഴിയിലൊന്നുമല്ല ഞങ്ങൾ ജനിച്ചത്. വലുതല്ലെങ്കിലും എനിക്കുണ്ടൊരു വീട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു അമ്മയുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ വിരോധമില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാം. ഒരു കാര്യസ്ഥനായിട്ടല്ല, ഒരു കാരണവരായിട്ട്. ആനന്ദ, ആനന്ദ, കള്ളു കുടിച്ചിട്ടില്ലേ കിടന്നത്? അതല്ല, കല്ലറയുടെ അടുത്ത് ആരോ നിൽക്കുന്നു. എവിടെ? അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടതാ. വെറുതെ കിട്ടുന്ന വെച്ച് മൂക്കറ്റം കയറ്റരുത്. കള്ളു കുടിച്ചിട്ട് പിച്ചും പേയും പറയുന്നത്. ഇത് പിച്ചല്ല, പേയ്താൻ. ഇനി യക്ഷിവേഷം കളഞ്ഞിട്ട് ആ സാക്ഷി സദാനന്ദൻ യക്ഷന്റെ വേഷം കെട്ടിയതാണെങ്കിലോ? നീ എന്തിനാ വേഷം മാറി അവിടെ പോയി നിന്നത്? ഞാനല്ല, അവിടെ ഒരു വെളുത്ത രൂപം. ഞാൻ പറഞ്ഞില്ലേ? അനന്തൻ അല്ലേ? ഞാൻ മോഹനവർമ്മ. നിങ്ങൾ മരിച്ചു എന്ന് കരുതിയ മോഹനവർമ്മ.